കേട്ടാന്നല്ലേ. ഇന്ന് ഇന്ത്യൻ കോഫി ഹൗസിലോട്ടാട്ടോ. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞ് അവിടെ ഒരു തട്ടുകട ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന്. എന്ത് കളർഫുള്ളല്ലേ കാണാൻ, അരങ്ങും ലൈറ്റൊക്കെ. യൂഷ്വലി നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി പോകാറാണ് പതിവ്. ഇന്ന് ഈ തട്ടുകട ഫെസ്റ്റിൻ്റെ കുറേ സെറ്റപ്പ് അവിടെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് കയറാമെന്ന് കരുതി. നമ്മുടെ നാട്ടിലെ ഒരു ചായക്കടയിലോട്ടൊക്കെ കയറുമ്പോൾ ഉള്ള പാട്ടും ഈ ഉപ്പിലിട്ട മാങ്ങയും ക്യാരറ്റും ഒരു പ്രത്യേക വൈബ്. ലൈവായിട്ട് തന്നെ അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പം, പുട്ട്, അങ്ങനെയെല്ലാം. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളകത്ത് കയറി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും കഴിക്കാം, അല്ലെങ്കിൽ ഹോട്ടലിനകത്തോട്ട് നമ്മൾ ബുക്ക് ചെയ്താൽ അവർ ഓർഡർ കൊണ്ട് തരുമായിരുന്നേ. ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നിട്ടുള്ളവർക്കറിയാം, അവിടെ എല്ലാ ചുമരിലും ഒരുപാട് ഫോട്ടോസുണ്ട്. അതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ ഒരു രസമാണ്. ഇതാട്ടോ മെനു. ഞാനൊരു ഫിൽറ്റർ കോഫിയും തുടങ്ങി. ഇന്ത്യൻ കോഫി ഹൗസിൽ പോയാൽ ഫിൽറ്റർ കോഫി നിർബന്ധമാണല്ലോ. പിന്നെ ഒരു മട്ടൻ ബിരിയാണി, പുട്ട് വിത്ത് ചിക്കൻ, പിന്നെ ഇതുകൊണ്ടിരിക്കുന്ന ലിവർ റോസ്റ്റ്. അങ്ങനെ ചായക്കടയിൽ നിന്നായിരിക്കുമ്പോൾ, ചായക്കടയല്ല കേട്ടോ, തട്ടുകടയായിരിക്കുമ്പോൾ ഡബിൾ ഓംലെറ്റ് മസ്റ്റാണല്ലോ. അതും വാങ്ങിച്ചു, ഒട്ടും കുറച്ചില്ല. ഹാൻഡ് വാഷിങ് ഏരിയയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതിനവിടെ പോയി കഴിഞ്ഞാൽ കൈ കഴുകാൻ ഒത്തിരി ഇഷ്ടമാണ്. അവൻ്റെ ഹൈറ്റിനാണല്ലോ ഹാൻഡ് വാഷിങ് ഏരിയ ഉള്ളത്. അപ്പോൾ സോപ്പ് എടുക്കുന്നു, കൈ കഴുകുന്നു. ഇത് തന്നെ മെയിൻ. സ്വന്തമായി ആനന്ദം നിർവൃതി അടയുന്നു. അങ്ങനെ ഈ കിണ്ടിയൊക്കെ കാണാൻ നല്ല രസമല്ലേ. പിന്നെ എൻ്റെ കുറച്ച് ഷോ ഓഫ്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പോയ സമയം ഒത്തിരി വൈകിയ പോയത്. അതുകൊണ്ട് അധികം ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ട് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. അടുത്ത വിശേഷമായിട്ട് ഇനി വരാമേ.